സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വിഷയം ക്രിസ്തീയ ജീവിതശൈലി എന്നുള്ളതാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്തിന്റെ ഹൃദയം പ്രകാശിപ്പിക്കുന്ന ലളിതമായ പാതയാണ്. മീഖ 6:8 പറയുന്നു, മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തരുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇത് വലിയ പ്രകടനങ്ങളെ കുറിച്ചല്ല, ദൈനംദിന തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ്. നീതി എന്നാൽ നമ്മുടെ ഇടപാടുകളിലെ ന്യായബോധം, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നിവയാണ്. ദയ എന്നാൽ കരുണ കാണിക്കുക, ആവശ്യമുള്ളവരെ സഹായിക്കുക എന്നിവയാണ്. വിനയം എന്നാൽ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വം തിരിച്ചറിയുക, അവന്റെ ഇഷ്ടത്തിന് കീഴടങ്ങി ജീവിക്കുക എന്നിവയാണ്. റോമർ 12 ഈ അടിത്തറയിൽ പടുത്തുവരുത്തുന്നു. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ജീവിതം ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഉള്ളതാണ്. എന്നാൽ ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ നമ്മെ ഉറപ്പിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളും സന്തോഷങ്ങളും അവനിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥനയിലൂടെ നാം ദൈവവുമായുള്ള ബന്ധം നിലനിർത്തണം. മത്തായി 5:1-12 വരെയുള്ള വാക്യങ്ങൾ രൂപാന്തരപ്പെട്ട ജീവിതത്തിന്റെ ഒരു ചിത്രം വരയ്ക്കുന്നു. ഇത് വിനയം, സഹാനുഭൂതി, സൗമ്യത, നീതിക്കായുള്ള വിശപ്പ് എന്നിവയുടെ ജീവിതമാണ്. നമ്മുടെ ആത്മീയ ആവശ്യം തിരിച്ചറിയുന്നതിലും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിലും സമാധാനം പിന്തുടരുന്നതിലും നാം അനുഗ്രഹം കണ്ടെത്തണം. അതിനാൽ നമുക്ക് താഴ്മയോടെ നടക്കാനും ദയ കാണിപ്പാനും നീതി പ്രവർത്തിപ്പാനും ശ്രമിക്കാം. നമുക്ക് പ്രത്യാശയിൽ സന്തോഷിക്കാം, ക്ഷമയോടെ സഹിക്കാം, നമ്മെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കാം. സ്നേഹത്തിനായി വാഞ്ചിക്കുന്ന ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ വെളിച്ചം പ്രതിഫലിക്കുന്നവരായി തീരാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.